ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വ്ളോഗ്, അങ്ങനെ പറയാമല്ലോ. സൺഡേ വ്ളോഗാണ്. ഇന്ന് കുറച്ചധികം പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ ഇപ്പോൾ തൊട്ട് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ പോലെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പോസിബിൾ അല്ല. ലൈറ്റ് എങ്ങനെ വെച്ചിട്ട് സെറ്റ് ആവില്ല. എനിക്കാണെങ്കിൽ ഈ മിററിൽ നിന്ന് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്താൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അപ്പോൾ അല്ലാണ്ട് വീഡിയോ എടുക്കണമെങ്കിൽ അവിടെ വേറെ സെറ്റപ്പൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ച് പാടല്ലേ. ഞാൻ ചോദിച്ചു വേണ്ട, നല്ല വൃത്തിയായിട്ട് എടുക്കുക. ഇപ്പോൾ ഒന്നാമത് നമ്മൾ ഹറിബറിയാണ്, കുറച്ച് നേരത്തെ പോകണം, ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഞാൻ വെച്ചു ഓക്കെ ഫൈൻ, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാം. പോയി കാപ്പി കുടിച്ച് വന്ന് റെഡിയായിട്ട് പോകുന്നത് എങ്ങോട്ടാണ് ഡീറ്റെയിൽസൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. എൻ്റെ ഹെയർ നല്ല ഓയിലിയാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ചു. പിന്നെ ഞാൻ ചെയ്തത് വൂൾഫ് കട്ടാണ്. ഈ സമയത്ത് ഹെയർ കട്ട് ചെയ്തായിരുന്നു ഓൾറെഡി. പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കളർ ചെയ്യാമെന്ന്. പിന്നെ വേണ്ട, ബ്ലീച്ച് ഇട്ടതല്ലേ, മുടി ഡാമേജ്ഡ് ആണ് അത്യാവശ്യം. സോ അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു ഒരു കെരാറ്റിൻ സ്പാ ചെയ്താൽ നല്ലതായിരിക്കും എന്ന്. സോ ഞാനൊരു കെരാറ്റിൻ സ്പാ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോർമലായിട്ടൊരു ക്ലീനപ്പ് എന്ന് പറയുമ്പം വൈറ്റ് ഹെഡ്സും സംഭവങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു ക്ലീനപ്പ് ചെയ്തു. കാരണം വെച്ചാൽ അവർ സ്പാ ചെയ്ത സമയത്ത് എൻ്റെ ഫേസിൽ ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അത് ഫുള്ള് ഇതായി. അപ്പം പിന്നെ മുഖം ഒരുമാതിരി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും മുഖത്ത് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ക്ലീനപ്പ് ചെയ്തു. അതാകുമ്പോൾ വൈറ്റ് ഹെഡ്സൊക്കെ പോയി, നല്ല ഗ്ലോ ഒക്കെ വന്നു സ്കിൻ. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഹെയർ കട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അമ്മയ്ക്ക് ഓൾറെഡി കെരാറ്റിനാണ് ചെയ്തത്. അപ്പോൾ അതൊരു 4 hours എന്തായാലും എടുക്കും. അപ്പോൾ ആ സമയത്താണ് ഞാനിതൊക്കെ ചെയ്യണത്. അപ്പോൾ അവരൊരു ലൈം ജ്യൂസൊക്കെ കൊണ്ട് തന്നു. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചതാണ്, വേറെ ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് പെഡിക്യൂർ ചെയ്തു. പെഡിക്യൂർ ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. അവർ നല്ല സമയം എടുത്ത് നല്ല ഇതായിട്ട്, എനിക്ക് നല്ല ലോങ് നെയിൽസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ നഖം ഫുൾ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലുലു പോയി. ബിക്കോസ് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെച്ചു ഓക്കെ ലുലുവിൽ നമുക്കൊരു ഫ്രണ്ടിനെയും അമ്മയുടെ ഒരു ഫ്രണ്ടിനെയും മീറ്റ് ചെയ്യണം. സോ അപ്പം നമ്മൾ ലുലു പോയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് ഞങ്ങൾ എവിടെ നിന്നാണ് കഴിച്ചത്? ചിക്കിങ് എന്നാണ് തോന്നുന്നു. ചിക്കിങ് എന്നാണ് കഴിച്ചത്. ലുലു പോയി ഫുഡ് കഴിച്ച് പിന്നെ മിനിസോയിലൊക്കെ പോയി, പിന്നെ ലുലു ഫാഷൻ സ്റ്റോറിലും പോയിട്ട് തിരിച്ചു വന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കി ആ ഹാള് എന്തായാലും പോയി കാണാം. ഹലോ എവരിവൺ. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി. ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 6-6:30 ആയിട്ടുണ്ടാവും. ഞാൻ ലുലുവിൽ പോയിട്ട് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ബിക്കോസ് അവിടുത്തെ പകുതി സ്ഥലങ്ങളിലും ക്യാമറ ഒന്നും അലൗ ചെയ്തിട്ടില്ല. കുറേയൊക്കെ എന്തൊക്കെ എടുത്തു, അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെ വാങ്ങി എന്ന് കാണിച്ചു തരാം. ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ലുലു ഫാഷൻ സ്റ്റോറിന് മിനിസോയിൽ വാങ്ങിച്ചു. അത് ഞാൻ ഇതിനകത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. സോ എന്തൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു എന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ അത് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം വേണ്ടേ. പിന്നെ ഇതാണ് ഹെയർ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. ലൈക്ക് ഇപ്പോഴും മുടി ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇങ്ങനെ തന്നെയാണ്. എൻ്റെ നാച്ചുറൽ മുടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിനി ഓരോന്നായിട്ട് കാണിച്ചു തരാം. ട്രൈപോഡൊന്നും എടുത്തില്ല, വേഗം റാൻഡംലി കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞങ്ങൾ മിനിസോയിൽ വാങ്ങിച്ചതാണ് കാണിക്കാം. എനിക്കിത് മേക്കപ്പ് റിമൂവൽ ടവൽ. ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, പ്ലീസ് ഡു അഡ്ജസ്റ്റ് ഗൈസ്. ഓക്കെ, ഇത് മേക്കപ്പ് റിമൂവൽ ടവൽ മിനിസോയിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് 250. എനിക്കിത് പറഞ്ഞാൽ അത്യാവശ്യമായിരുന്നു. എനിക്ക് ഫേസ് ടവലും അല്ലെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ്സ് നെസസറി തിങ്. പിന്നെ ഇത് ഡീപ്പ് ക്ലെൻസിങ് നോസ്ട്രിപ്പ് ആണ് സംഭവം. 10 പീസ് വരുന്നുണ്ട്. നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് 170 ആണ് റേറ്റ് വരുന്നത്. പിന്നെ സിൽക്കി ബോഡി സ്ക്രബ് കോഫി, ഒരു ബോഡി സ്ക്രബ് വാങ്ങിച്ചിട്ടുണ്ട്. മിനിസോയുടെ തന്നെയാണ്. ലൈക്ക് മിനിസോ ബ്രാൻഡല്ല, മിനിസോന്ന് വാങ്ങിച്ചതാണ്. 350 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അത്യാവശ്യം വലിയൊരു ടബാണ്. എനിക്ക് ബോഡി സ്ക്രബ് ഭയങ്കര ഇഷ്ടമാണ്. ബോഡി സ്ക്രബ്, ബോഡി വാഷ്, ബോഡി ലോഷൻ, ആ സംഭവങ്ങൾ എനിക്കിഷ്ടമാണ്. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞാൽ ഇതൊരു ബണ്ണ് വാങ്ങിച്ചു. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഗേൾസിന് അറിയാം. ഇതൊന്നും എവിടെ പോകണമെന്നേ അറിയില്ല. എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഇത് ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. 149, വിച്ച് ഇസ് വെരി ഗുഡ്. അത്യാവശ്യം കുറേ എല്ലാ കളറിലുള്ള ബണ്ണും ഉണ്ട്. ദെൻ ഇതും എനിക്ക് വളരെ 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 അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഈ ഒരു ഓയിൽ അബ്സോർബിങ് ഷീറ്റ്.
ഇത് 200 എണ്ണം വരുന്നൊരു പാക്കാണ്. ഇതിനകത്ത് പ്രൈസ് 200 രൂപ തന്നെയാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഫേസ് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇത് വലിച്ചെടുക്കും. അപ്പം എനിക്കാണെങ്കിൽ ഇത് ഇപ്പം തന്നെ കണ്ടറിയാം, ഫുൾ ഓയിലായിട്ടാണ് ഇരിക്കുന്നത്. ഓയിലി സ്കിന്നിന് ഉള്ളവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങളുണ്ട്, അത് ഞാൻ കാണിക്കാം. പേഴ്സ് കളറിനകത്ത് ഷീറ്റ് മാസ്ക്, 2 ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. മിനിസോന്ന് ഒന്ന് സൂപ്പർ ഫുഡ് ഫേഷ്യൽ മാസ്ക് ബീറ്റ്റൂട്ടിൻ്റെ ഒരെണ്ണം വേരിയൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് നയാസിനമേഡ്, അതും ഒരു 2 ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഫാൻസി കാണാം, കുറച്ചധികം ഉണ്ട്. ഒന്നും ഇങ്ങനത്തെ ഒരു പേളിൻ്റെ സ്റ്റഡി, ഇത് നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ പോകും. അപ്പം ഇത് നല്ലതാണ്. ഇത് പറഞ്ഞത് ഇതിന് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു, 59 റുപ്പീസേ ഉള്ളൂ. ഇത്രയും കണ്ടോ, എല്ലാ സൈസും ഉണ്ട്, ബ്ലാക്കും വൈറ്റും ഗോൾഡും. നല്ലതാണ്, ഇതൊരെണ്ണം വാങ്ങിക്കുവാണെങ്കിൽ. പിന്നെ ഇങ്ങനത്തെ ഒരു പൊട്ടിൻ്റെ ഇത് അമ്മ വാങ്ങിച്ചതാണ്. ഇത് റേറ്റ് കാണാം, 35 റുപ്പീസ്. പിന്നെ ഒരു മാലയും മോതിരം, ഇത് നമുക്ക് കളർ പോകത്തില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇതിന് കളർ പോകത്തില്ല. ഒരു മാലയും മോതിരം ഇത് അമ്മ വാങ്ങിച്ചതാണ് കേട്ടോ, കാണിക്കാറില്ല. ദെൻ എനിക്ക് സെക്കൻഡ് സ്റ്റഡ്, ഞാൻ ഓൾറെഡി ഒരു ചെവിയിൽ ഇതും കൂടെ കൂട്ടിയിട്ട് എനിക്ക് 4 പിയേഴ്സിങ് ഉണ്ട്. ഒന്ന് ഞാനിപ്പോൾ അടച്ചു, ബാക്കി 2 എണ്ണം ഉണ്ട്. അപ്പം അതിൽ കമ്മലിടാൻ എൻ്റെ കമ്മൽ ക്ഷാമമാണ്. അപ്പം ഇത് വാങ്ങിച്ചു, നല്ല ക്യൂട്ടായിട്ടില്ലേ, കാണിച്ചു. ഇതിന് 255 ആണ് റേറ്റ് വരുന്നത്. അതിന് തന്നെ വേറൊരു പാറ്റേൺ, ഇത് ഗോൾഡ് ആണ് വരുന്നത്. ക്ലാരിറ്റി കുറച്ച് ഇതുണ്ടാവും, നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിൽ ഇതിട്ട് കാണിച്ചു തരാം. ഇതും 259 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഒരു കമ്മൽ, എനിക്ക് ജിമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കമ്മൽ. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിന് 149 ആണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ്, ബിക്കോസ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും താഴെ പോയി, ഓക്കെ കിട്ടി. ഇങ്ങനത്തെ ക്ലിപ്പ് നമുക്ക് മുടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ വെട്ടിയിട്ടേക്കുവാണല്ലോ, അതിനായിട്ടാണ് കുറേ ബണ്ണും ക്ലിപ്പൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞി സ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ട്, കാണാൻ പോലും പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 105 ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇങ്ങനത്തെ ഈ സ്പൈറൽ സംഭവം, ഇത് മുടി പൊട്ടത്തില്ലല്ലോ ഒരുപാട്, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരു ഇങ്ങനെ ഒരു ലൈറ്റ് പിങ്ക്, ഒരു പേർപ്പിൾ, ഡാർക്ക് പിങ്ക് ആൻഡ് മെയിൻ്റെ ഇങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞു അല്ല, ഒരു സ്ക്രഞ്ചി, ഇതിന് പ്രൈസ് 9 അത്രയൊക്കെ വരുള്ളൂ. പിന്നെ ഈ ഒരു പാക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വൈറ്റ് ഇല്ല, അപ്പോൾ ഞാനൊരു വൈറ്റ് സെപ്പറേറ്റ് വാങ്ങിച്ചു. ഇതിന് 19 രൂപയാണ്. പിന്നെ ഒരു സ്ക്രഞ്ചി കയ്യിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ കയ്യിൽ സ്ക്രഞ്ചി ഇടാറില്ല, ഞാൻ ഈ മുടി പോയപ്പം കെട്ടി വെച്ചിട്ടാണ് പോയത്. ഓയിലായിട്ടിരുന്നു, എൻ്റെ സ്കാൽപ്പൊക്കെ ഓയിലിയാണ്, ഫുൾ ഓയിലി ആണ് എൻ്റെ ഫേസും സ്കാൽപ്പൊക്കെ. അപ്പം ഇങ്ങനെ പറ്റി പിടിച്ച് ഞാൻ ഇങ്ങനെ പോണിറ്റയിൽ കെട്ടിയിട്ടാണ് പോയത്, പോയിട്ടല്ല മുടി കെട്ടിയിട്ടാണ് പോയത്. അപ്പോൾ അത് കയ്യിലിട്ടതാക്കും. ഇങ്ങനത്തെ സ്ക്രഞ്ചസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിങ്ക് കളർ, എനിക്കിപ്പോൾ പിങ്കിനോട് ഭയങ്കര ഒബ്സഷനാണ്. സോ അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങൾ വാങ്ങിച്ച സാധനം. ഇത് കൂടുതൽ ഞാൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, വേറെ കാര്യം. ഓക്കെ, അപ്പം വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യണോ? കുറച്ച് പരിപാടി ഇനി വെച്ചാൽ ഫുഡ് കഴിക്കുക, പഠിക്കാനുണ്ട്. ഇന്ന് സൺഡേ ആണല്ലോ, നാളെ ക്ലാസ് ഉണ്ട്, അപ്പം അതിന് കുറച്ച് പഠിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. സോ അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ചെറുതാണോ വലുതാണോ എന്ന് അറിയത്തില്ല. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സൂപ്പർ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.